ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി. ഞാൻ കുറേ നാളുകളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പിന്നത്തേക്ക് മാറ്റി വെച്ചൊരു വീഡിയോ ആണിത് കേട്ടോ. എൻ്റെ സിസേറിയൻ സെക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ഉണ്ണിക്കുട്ടൻ ഉണ്ടായ ദിവസത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളത് കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ പിന്നീട് ആകട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ച വീഡിയോകളുടെ കൂട്ടത്തിലേക്ക് മാറിപ്പോയൊരു വീഡിയോ ആണിത്. പക്ഷെ ഇന്നത്തെ ദിവസം അത് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ. ജൂൺ 6-ാം തീയതിയാണ്. ഉണ്ണിക്കുട്ടൻ ഇന്ന് 6 വയസ്സായി. പുള്ളി രാവിലെ ഇവിടുന്ന് ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇന്നലെ രാത്രിയിൽ ഇരുന്ന് 2 മണിക്കിരുന്ന് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ആകെപ്പാടെ കരഞ്ഞ് കൊളവാക്കി നശിപ്പിച്ചത് കൊണ്ട്, അത്രയും കരഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു കേട്ടോ. ഇപ്പം ഞാൻ രാവിലെ മുതൽ ഒരു 3-4 പ്രാവശ്യം എടുത്ത് നോക്കി. പക്ഷെ അവിടെയൊക്കെ അങ്ങനെ ഒരു ഇമോഷണലായി ഒന്ന് കരച്ചിലിൻ്റെ വക്കിലേക്ക് എത്തുമ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യും. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നില്ല, എന്തായാലും ഈ വീഡിയോ എടുത്ത് എനിക്ക് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തതാണ്. അപ്പോൾ പപ്പയും മമ്മിയും അകത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ കാറിൻ്റെ അകത്തോട്ട് വന്നതാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സംസാരിക്കുമ്പോൾ ആ ഒരു ഫ്ലോ കിട്ടണമെങ്കിൽ എനിക്കാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ പറഞ്ഞു പോയെങ്കിലേ കാര്യങ്ങൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തൊരു ബ്രേക്ക് വന്നാൽ പിന്നെ തപ്പലാകും, ആ ഒരു ഫ്ലോ കിട്ടത്തില്ല. അപ്പോൾ എഴുതി വെച്ചിട്ടല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത്, ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളല്ലേ. അപ്പോൾ അത് ആ ഒരു ഫ്ലോയിൽ തന്നെ പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കാറിൻ്റെ അകത്തോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ആ ഒരു ജനനത്തെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. 2018 ജൂൺ 6-ാം തീയതിയാണ് കേട്ടോ ഉണ്ണിക്കുട്ടൻ ഉണ്ടായത്. അപ്പോൾ 5-ാം തീയതി മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പ്രഗ്നൻസി സ്റ്റോറി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല എന്തായാലും, കാരണം അത് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്റ്റോറി ആയിട്ട് പിന്നെ ചെയ്യാം. എപ്പോഴെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു സിസേറിയൻ സെക്ഷനെ കുറിച്ച്, അല്ലെങ്കിൽ ആ 5-ാം തീയതി 6-ാം തീയതിയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നിടം വരെയുള്ള ദിവസങ്ങളിലെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രഗ്നൻസി പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി ടൈം, സിസേറിയൻ ടൈം എന്നൊക്കെ പറയുന്നത് പെൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള, അവരുടെ ലൈഫിലെ ഏറ്റവും സന്തോഷിക്കേണ്ടതും എന്നാൽ ഒരു സെക്കൻഡ് പോലും സന്തോഷിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പം നമുക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കിനും നമ്മൾ തളർന്നു പോകും. അപ്പോൾ ഇപ്പോൾ എക്സ്പെക്റ്റിംഗ് ആയിട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇത് കാണുവാണെങ്കിൽ, എല്ലാവർക്കും ഓരോരോ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, അവരൊക്കെ അതിനെ ഓവർകം ചെയ്തില്ലേ എനിക്കും സാധിക്കും എന്നുള്ളൊരു ചിന്ത വരട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5-ാം തീയതി ഞാൻ അഡ്മിറ്റ് ആയത് മുതലുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഹൈദരാബാദിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഭരണങ്ങാനത്ത് മേരിരി ഹോസ്പിറ്റലായിരുന്നു ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്നത്. ഡോക്ടർ ശാന്തകുമാരി എന്നായിരുന്നു പേര്. പുള്ളിക്കാരത്തി ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു ഡോക്ടറാണ് കേട്ടോ. നല്ലൊരു ഡോക്ടർ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അമ്മ ആ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുന്നൊരു ഡോക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മേരിരി ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെക്കപ്പിന് ചെല്ലുന്ന ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ തന്നെ ആവണം കാണുന്നതെന്ന് ഒരു നിർബന്ധമില്ല. ഏത് ഡോക്ടർ അവൈലബിൾ ആണോ ആ ഡോക്ടറിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ ചെക്കപ്പിന് പോകേണ്ട ഡേറ്റിൽ വിളിച്ച് ചോദിക്കും, ശാന്തകുമാരി ഡോക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകത്തുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ മെരീരിയിൽ കാണിച്ചു തുടങ്ങിയ സമയം മുതൽ ലാസ്റ്റ് കാണുന്നത് വരെ ശാന്തകുമാരി ഡോക്ടറെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പുള്ളിക്കാരത്തിയായിട്ട് ഒരു എന്നാ പറയുന്നത്, പുള്ളിക്കാരിയോട് ഭയങ്കര ഒരു, എൻ്റെ മമ്മിയോട് തോന്നുന്ന ഒരു ഫീലിംഗ് ഒക്കെ എനിക്ക് പുള്ളിക്കാരത്തിയോട് ഉണ്ടായിരുന്നേ. അങ്ങനെ ജൂൺ 5-ാം തീയതി നോർമലി ചെക്കപ്പിന് പോകുന്നത് പോലെയാണ് ഞാൻ ചെക്കപ്പിന് പോയത്. പക്ഷേ ഡേറ്റ് അടുത്തു എന്നുള്ളത് അറിയായിരുന്നു, കാരണം എൻ്റെ സ്കാനിങ്ങിലൊക്കെ ഡ്യൂ ഡേറ്റ് ജൂൺ 7 ആയിരുന്നു. ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ ഡെലിവറി ഉണ്ടാകും എന്ന് നമുക്കറിയായിരുന്നു. എന്നാലും ഡോക്ടർ അഡ്മിറ്റ് ആകുന്നതിനെ കുറിച്ചൊന്നും പറയാഞ്ഞത് കൊണ്ട് നമ്മൾ ജൂൺ 5-ാം തീയതി സാധാരണ ചെക്കപ്പിന് പോകുന്ന പോലെയാണ് പോയത്. 5-ാം തീയതി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ നമുക്ക് അന്ന് അഡ്മിറ്റ് ആയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ലഡു ഇങ്ങനെ പൊട്ടി കേട്ടോ. ആ ലഡു പൊട്ടി അങ്ങ് തീരുന്നതിന് മുന്നേ ഡോക്ടർ അടുത്ത ബോംബ് എടുത്തിട്ടു, സിസേറിയൻ ആണ് എന്നുള്ളത്. അപ്പോൾ ആ പൊട്ടിയ ലഡു പഴയ രൂപത്തിലേക്ക് തന്നെ ആയിപ്പോയി. ലഡു പൊട്ടിയതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂൺ 6-ാം തീയതി പ്രസവിക്കണം എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരുന്നു. അത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഇച്ചാൻ്റെ ഒരു ബ്രദർ മരിച്ചു പോയതാണ്. അപ്പം പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ജൂൺ 6 ആണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പുള്ളിയുടെ കല്ലറയിൽ പോയ സമയത്ത്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് പുള്ളിയുടെ കല്ലറയിൽ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇച്ചാൻ്റെ അടുത്ത് ചുമ്മാ പറഞ്ഞൊരു വാക്കാണ്, ജൂൺ 6-ാം തീയതി തന്നെ ആയിരിക്കും നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നതെന്നുള്ളത്. അത് അന്ന് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളത് എന്നാ പറയുന്നത്, ഒരു വെറുമാക്ക് പറഞ്ഞതായിട്ട് ഞാനങ്ങ് വിട്ടതാണ് കേട്ടോ. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ, ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് ജൂൺ 12 എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്.
അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരാഴ്ച മുന്നേ ഒക്കെ ഡെലിവറി നടക്കും. കാരണം ആ പറയുന്ന ഡ്യൂ ഡേറ്റ് വരെ ആർക്കും പോകാറില്ല. അപ്പോൾ ഒരാഴ്ച മുന്നേ ഒക്കെ ഡെലിവറി നടക്കും എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ ഇച്ചാനോട് പറയാൻ തുടങ്ങി, ജൂൺ 6 തന്നെ ആയിരിക്കും ഞാൻ പ്രസവിക്കുന്നത്, ജൂൺ 6 തന്നെ ആയിരിക്കും പ്രസവിക്കുന്നത് ഇങ്ങനെ പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് ജൂൺ 6 തീയതി പ്രസവിക്കുന്നത്. അപ്പോൾ 5 തീയതി ഡോക്ടർ അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ലഡു പൊട്ടിയത്, ഓക്കെ ഇന്ന് അഡ്മിറ്റ് ആകുന്നു, ഇഞ്ചക്ഷൻ കുത്തി വെക്കുന്നു, പെയിൻ. അപ്പോൾ എനിക്ക് പെയിൻ തുടങ്ങാനുള്ള യാതൊരു ലക്ഷണങ്ങളും ഇല്ല, അതാണ് സത്യാവസ്ഥ. പക്ഷേ എൻ്റെ സ്കാനിങ്ങിലെല്ലാം ഡ്യൂ ഡേറ്റ് ജൂൺ 7 ആയിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. അതിവിടെ സ്കാനിങ് റിപ്പോർട്ട് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ജൂൺ 7 ആയിരുന്നു ഡ്യൂ ഡേറ്റ് വരുന്നത് സ്കാനിങ്ങിലെല്ലാം. അപ്പം എൻ്റെ മനസ്സിൽ എന്താ, ഇവർ പെയിൻ സ്റ്റാർട്ട് ആകാനുള്ള ഇഞ്ചക്ഷൻ കുത്തിവെക്കും, അത് കഴിയുമ്പോൾ പെയിൻ സ്റ്റാർട്ട് ആകും, നോർമൽ ഡെലിവറി, അസുഖ പ്രസവം, കൊച്ചിനെ കൈ കിട്ടുന്നു, എടുക്കുന്നു, താലോലിക്കുന്നു, പാല് കൊടുക്കുന്നു, വളർത്തുന്നു. ഇതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്. പക്ഷേ സിസേറിയൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഒരു ഇടുത്തി വീണ എഫക്റ്റ് ആയിരുന്നു എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ സിസേറിയൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ലായിരുന്നു. എനിക്ക് നോർമൽ ഡെലിവറി നടക്കുമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. കാരണം ഞാൻ എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ അത്രയും ആക്റ്റീവായിട്ട് ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സിസേറിയൻ നടക്കേണ്ടതായ പ്രശ്നങ്ങളൊന്നുമില്ല, വയറ്റിൽ കിടക്കുന്ന കൊച്ചിനാണെങ്കിലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു സി സെക്ഷൻ എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ പോയിട്ടില്ലായിരുന്നു. ഡോക്ടർ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിനും എനിക്കത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് സിസേറിയൻ വേണ്ട, എനിക്ക് നോർമൽ ഡെലിവറി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നെ അടുത്ത് വിളിച്ചു, മോളിങ്ങി വന്നേന്ന് പറഞ്ഞ് അടുത്ത് വിളിച്ചിട്ട് ഡോക്ടർ ആ സ്കാനിങ് റിപ്പോർട്ട് എന്നെ കാണിച്ചു. നമ്മൾ അന്നും സ്കാൻ ചെയ്തിട്ടായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത്. സ്കാനിങ് റിപ്പോർട്ട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, നീ നോക്ക്, കുഞ്ഞിന് 50 സെൻറ്റിമീറ്റർ നീളമുണ്ട്, അതുപോലെ തന്നെ 3600 വെയിറ്റും ഉണ്ട്. അത്രയും ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കൊച്ചായിരിക്കും. അപ്പോൾ എൻ്റെത് ഓൾറെഡി ലേറ്റ് പ്രഗ്നൻസി ആയിരുന്നു. ലേറ്റ് പ്രഗ്നൻസിയും അതുപോലെ തന്നെ എനിക്ക് അതിന് 1 വർഷം മുമ്പ് PCOD ആയതുകൊണ്ട് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോഴത്തേക്കിനും ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സിസേറിയൻ ആണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ സംസാരിച്ച് എന്നെ കൺവിൻസ് ചെയ്തു. ഞാൻ കൺവിൻസ് ആവുന്നതിന് മുന്നേ തന്നെ ഇച്ചായനും മമ്മിമാർ രണ്ടുപേരും ഓക്കെ ആയിരുന്നു കേട്ടോ. കാരണം സേഫ്റ്റി എന്ന് പറയുന്നതാണ് വലുത് എന്നുള്ളൊരു ചിന്ത കൊണ്ട് നോർമൽ ഡെലിവറിയും ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും നമ്മുടെ കുഞ്ഞാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞു ഓക്കെ സിസേറിയൻ ചെയ്യുന്നതിന് അവർക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കായിരുന്നു മനസ്സിലൊരു വിഷമം. അപ്പോൾ ഇച്ചാനോട് പറഞ്ഞു, എന്തിനാ നീ പേടിക്കുന്നത്, അതൊന്നും ഇല്ല, എങ്ങനെ ചെയ്താലും നമ്മുടെ കുഞ്ഞല്ലേ, ഒരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇച്ചാൻ എന്നെ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിച്ച്. അങ്ങനെ ഞാനും ഓക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളോട് അഡ്മിറ്റ് ആവുമല്ലേ എന്ന് ചോദിച്ചു. നമുക്ക് പിന്നെ മുന്നോട്ടോ പിന്നോട്ടോ ചിന്തിക്കാനില്ലായിരുന്നു. കാരണം നമ്മുടെ ബാഗൊക്കെ വണ്ടിക്കകത്ത് റെഡിയായിരുന്നു. ഒരു 8ാം മാസം മുതൽ ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കി വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഞാൻ വാഗമണ്ണിൽ നിന്നായിരുന്നു ഭരണങ്ങാനത്തേക്ക് ചെക്കപ്പിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ എന്തെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞാൽ വീട്ടിൽ വന്ന് ബാഗ് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സാവകാശമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ബാഗ് അന്ന് മുതലേ വണ്ടിക്കകത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡെലിവറിക്ക് ആ ഒരു ഡ്യൂ ഡേറ്റ് ആകുന്നതിന് കുറേ ദിവസം മുന്നേ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്നേരവും ആ ഒരു ബാഗും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുകൾ അടങ്ങിയ ഫയൽ എൻ്റെ ഹാൻഡ് ബാഗിൻ്റെ അകത്തും, ഈ 2 സാധനങ്ങൾ വണ്ടിക്കകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്കൊരു വേദന തോന്നി പ്രസവിക്കണം എന്ന് തോന്നിയാൽ ഓടിക്കേറി ഏതെങ്കിലും ആശുപത്രിയിൽ പോയി പ്രസവിക്കണമെങ്കിൽ സംഭവം എല്ലാം സെറ്റ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് കംപ്ലീറ്റ് ഡോക്യുമെൻസും ഹോസ്പിറ്റലിലെ ഡോക്യുമെൻസും അതുപോലെ തന്നെ ഡെലിവറി ബാഗും നമ്മുടെ വണ്ടിക്കകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അഡ്മിറ്റ് ആയിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ചാടിക്കറി ഓക്കെ എന്ന് പറഞ്ഞു, നമ്മൾ അഡ്മിറ്റ് ആകാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് നമുക്ക് മേരിയേരി ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് അഡ്മിറ്റ് ആകുമ്പോൾ റൂംസ് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. കാരണം ചേച്ചി പൊന്നൂസിനെ പ്രസവിച്ച് അവിടെ ആയതുകൊണ്ട് നമുക്കത് നേരത്തെ അറിയാം. പിന്നെ ചേച്ചി പണ്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് നമുക്കറിയാം അവിടെ റൂം കിട്ടാൻ പാടാണെന്നുള്ളത്. അപ്പോൾ റൂമിന് പകരം അവിടെ ക്യൂബിക്കിൾ എന്ന് പറയുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ്. അത് നമ്മളിങ്ങനെ ഒരാൾ പൊക്കത്തിൽ ഇങ്ങനെ അവർ കെട്ടി മറച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒരു ബെഡും ബൈസ്റ്റാൻഡറിന് ഒരു ചെറിയ സോഫയും ഉണ്ടാവും. അതിനകത്താണ് നമ്മൾ നിൽക്കേണ്ടത്. ഒരു ഇടുങ്ങിയ മുറി, നമുക്കൊന്ന് നിന്ന് തിരിയാൻ ഇടയില്ലാത്ത ഒരു ഇടുങ്ങിയ മുറി എന്ന് പറയാം. ടോയ്ലറ്റ് അതിനകത്തുണ്ടാവത്തില്ല, ടോയ്ലറ്റ് പുറത്തായിരിക്കും. അപ്പം നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ ഡെലിവറി അല്ലെങ്കിൽ സിസേറിയൻ കഴിയുമ്പോഴത്തേക്കിന് ഓൾറെഡി ഡെലിവറിയും സിസേറിയനും കഴിഞ്ഞ് ഡിസ്ചാർജ് ആകാനുള്ള ആൾക്കാർ ഡിസ്ചാർജ് ആകുമ്പോൾ നമുക്ക് ഈ റൂം സീനിയോറിറ്റി വൈസ് അലോട്ട് ചെയ്ത് തരും. അതാണ് അവിടുത്തെ സിസ്റ്റം. അപ്പോൾ ഈ ക്യൂബിക്കിളിലേക്ക് പോകുന്നതും നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ അവിടെ ആണുങ്ങളെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിർത്തത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു രാത്രി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ കുറേ ടെൻഷൻസും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വഴിയേ പറയാവേ. അപ്പോൾ ആ ഒരു ദിവസം ഇച്ചായന് കൂടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അത് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. കാരണം ബാക്കിയുള്ളവരുടെ ഒരു പ്രൈവസിയും കൂടെ കണക്കിലെടുത്താണ് അവർ ആണുങ്ങളെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിർത്താത്തത്. കാരണം ടോയ്ലറ്റൊക്കെ പബ്ലിക്കാണ്. അപ്പം എല്ലാവരും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് അല്ലേ, അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി വേണമല്ലോ. അതുകൊണ്ടാണ്.
വാർഡിന്റെ ഒരു ബുദ്ധിമുട്ടില്ല താനും, എന്നാൽ റൂമിൻ്റെതായ ഒരു പ്രൈവസി ഇല്ല. അതാണ് ഈ ക്യൂബിക്കിളിന്റെ ഒരു പ്രശ്നം. അങ്ങനെ നമ്മൾ ഓക്കെ എന്നാൽ ഇച്ചായൻ വൈകുന്നേരം വീട്ടിൽ പോകാം എന്നുള്ള ഒരു തീരുമാനത്തിൽ. അപ്പോൾ ഇച്ചായനോട് പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ വരാന്തയിൽ കിടക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല കൊതുകാണ് കേട്ടോ. എനിക്ക് അതിന് മുന്നത്തെ ഒരു ആശുപത്രിവാസം കൊണ്ട് എനിക്ക് ഡെങ്കിപ്പനി പിടിച്ച ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ കിടക്കണ്ട, വീട്ടിൽ പോക്കോ, രാവിലെ വന്നാൽ മതി, പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വരണമെങ്കിൽ വണ്ടി ഉണ്ടല്ലോ, വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചായനും മമ്മിയും കൂടെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോകണ്ടല്ലോ, വൈകുന്നേരം പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിനെ ഒന്ന് പ്രസവിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ പൊറോട്ടയും മീൻകറിയും കഴിക്കണം, അവിടുത്തെ ക്യാൻറ്റീനിലെ പൊറോട്ടയും മീൻകറിയും കഴിക്കണം. അത് വർഷങ്ങൾക്ക് മുന്നേ ചേച്ചി പൊന്നൂസിനെ പ്രസവിച്ചപ്പം അവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡ് നല്ലതായിരുന്നു, പൊറോട്ടയും മീൻകറിയും. ആ ഒരു ഇതെൻ്റെ മനസ്സിൽ കിടന്നിട്ടാണ് എനിക്ക് ഈ പൊറോട്ടയും മീൻകറിയും കഴിച്ചാൽ മതി എന്ന് ഞാൻ പറയുന്നത്. ഇവനെ ഒന്ന് പ്രസവിക്കണം, എന്നിട്ട് എനിക്ക് പൊറോട്ടയും മീൻകറിയും കഴിക്കണം, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ ഉണ്ണിക്കുട്ടനാണെങ്കിൽ നമ്മളവിടെ അഡ്മിറ്റ് ആയ സമയം മുതൽ വയറ്റിൽ കിടന്ന് ഭയങ്കര ചാട്ടവും മറിച്ചിലുമാണ് കേട്ടോ. ഇവൻ ഫുട്ബോളാണോ വോളിബോളാണോ ബാസ്കറ്റ്ബോളാണോ കളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, അതോ മൂന്നും കൂടെ മിക്സ് ചെയ്താണോ കളിച്ചതെന്ന് അറിയത്തില്ല. അമ്മാതിരി ചാട്ടവും മറിച്ചിലുമായിരുന്നു കേട്ടോ. ഭയങ്കര ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവനെ ഈ 9 മാസവും 4 ദിവസവും വയറ്റിലിട്ടുകൊണ്ട് നടന്നിട്ട് എനിക്ക് അന്ന് വരെ ഫീൽ ചെയ്യാത്ത അത്രയും ചാട്ടവും മറിച്ചിലുമായിരുന്നു ഇവൻ കിടന്ന് കാണിക്കുന്നത് കേട്ടോ. എനിക്ക് തന്നെ ഞാൻ തന്നെ വണ്ടറടിച്ചു ഇത് എന്താ സംഭവം. അപ്പം ഞാനിങ്ങനെ മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞാൽ ഇന്നും കൂടെ അല്ലേ അകത്ത് കിടന്ന് ചാടാൻ പറ്റത്തുള്ളൂ, ചാടട്ടെ അവൻ, നാളെ പുറത്ത് അവൻ എന്നുള്ളത് നമ്മളങ്ങ് ഇപ്പൊ പറയുന്നതാണ് കേട്ടോ. അന്ന് നമുക്കറിയില്ല എന്ത് കുഞ്ഞാണെന്നുള്ളത്. പിന്നെ എൻ്റെ മമ്മി അത്യാവശ്യം ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള പെണ്ണിനെ കണ്ടിട്ട് ആങ്കൊച്ചാണോ പെങ്കൊച്ചാണോ എന്ന് ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ അധികം തെറ്റിയ ചരിത്രമില്ല. അപ്പം മമ്മി പറയാറ് ഉണ്ടായിരുന്നു ചെറുക്കൻ കൊച്ചാണെന്നുള്ളത്. പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുക്കൻ കൊച്ചാവണമെന്ന്. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. ആങ്കൊച്ചുങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ആങ്ങളമാരില്ലല്ലോ, അതുകൊണ്ട്. അങ്ങനെ എന്നാ പറയുന്നത്, അവിടെ കിടന്ന് ചാടട്ടെ, നാളെ ഇനി പുറത്ത് വന്നിട്ടല്ലേ ചാടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതിനൊരു തമാശയായിട്ടൊക്കെ എടുത്തു കേട്ടോ. ഭയങ്കര ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അന്ന് വരെ ഇല്ലാത്ത അത്രയും മൂവ്മെന്റ്സ് ആയിരുന്നു ഇവൻ വയറ്റിൽ കിടന്ന്. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ക്ഷീണിതനായിട്ടൊന്ന് ഉറങ്ങാൻ പോയി കേട്ടോ. പുള്ളി ആ വയറ്റിൽ എവിടെയോ ഒരു മൂലയിൽ ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങുവാണേ. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ശാന്തനായി ഉറങ്ങി, ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് രാത്രിയിലായിരിക്കും പണി തുടങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയാണ്. ജൂണിലെ മഴ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ ചാനലിനോട് ചോദിച്ചടി എന്നാൽ ഞാൻ വീട്ടിലോട്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പൊക്കോ, വെറുതെ ഇവിടെ ഇരുന്നിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ, വൈകുന്നേരം നമുക്ക് ക്യാൻറ്റീനിൽ ഫുഡ് കിട്ടും, അപ്പം എന്നാൽ പൊക്കോ, ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചായനും മമ്മിയും കൂടെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. അന്നേരത്തേക്കിന് ഈ ലേബർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു വിളിച്ചു കേട്ടോ. കാരണം നമുക്ക് കൊച്ചിൻ്റെ അനക്കം നോക്കാൻ വേണ്ടിയിട്ട് ഇവർ ലേബർ റൂമിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇച്ചായ നില്ല, 5 മിനിറ്റത്തെ പരിപാടിയുള്ളൂ, ഞാൻ പോയി പെട്ടെന്ന് കൊച്ചിൻ്റെ അനക്കം നോക്കി വെച്ച് വന്നിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ലേബർ റൂമിലേക്ക് പോയി കേട്ടോ. ഞാൻ ലേബർ റൂമിൽ പോയി. അപ്പം ഞാൻ ഒരു കട്ടിലെ കിടക്കുന്നു, അപ്പുറത്തെ കട്ടിലെ വേറൊരാൾ കിടക്കുന്നു. ഞാനിങ്ങനെ കിടക്കുകയാണ്. അപ്പുറത്തെ കട്ടിലെ വന്നയാൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പോയി, കൊച്ചിൻ്റെ അനക്കം കിട്ടി അവർ പോയി. അടുത്ത ആൾ വന്നു, ആ ആളും പോയി. പിന്നത്തെ ആൾ വന്നു, ആ ആളും പോയി. പക്ഷെ നമ്മുടെ പുള്ളി മാത്രം അനങ്ങുന്നില്ല. പുള്ളി അവിടെ കുംഭകർണ സേവ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഉറക്കം എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ കാണിച്ച തകർപ്പിന്റെ മൊത്തം ഉറക്കം. പുള്ളി നല്ല ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഒരനക്കവും ഇല്ല, യാതൊരു ശല്യങ്ങളും ഇല്ല. പുള്ളി നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങുന്നു. അതിനനുസരിച്ച് ഞാനിങ്ങനെ ലേബർ റൂമിൽ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർമാർ ചോദിക്കുന്നുണ്ട് ഇതന്നെ ചേച്ചി കൊച്ചനങ്ങാത്ത, നിങ്ങൾ ശ്രദ്ധിക്കാറില്ല ഇതൊന്നും. ഞാൻ പറഞ്ഞു കൊച്ച് കുറച്ച് നേരം മുന്നേ വരെ അവിടെ കിടന്ന് ഭയങ്കര എന്നാ പറയുന്നത് ഫുട്ബോൾ കളിയായിരുന്നു, ചാട്ടവും കുത്തയും മറിച്ചിലും എല്ലാം ഞാനല്ലേ കൊണ്ടത്. അവന് ഒരു കുഴപ്പമില്ല, അവൻ അവിടെ കുഞ്ഞ് നല്ല സേഫായിട്ട് തന്നെ ഉണ്ട്, കുഞ്ഞ് നല്ല ആക്റ്റീവായിരുന്നു കുറച്ച് നേരം മുന്നേ വരെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു ഇല്ല, ഇത് കൊച്ചിൻ്റെ അനക്കം കുറച്ചെങ്കിലും കിട്ടേണ്ടതാണ്, അതാണിതാണെന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മളെ ചെറുതായിട്ട് ടെൻഷനാക്കാൻ തുടങ്ങിയേ. അപ്പോൾ ഈ അപ്പുറത്തെ കട്ടിലെ വന്നിട്ട് പോകുന്ന പെൺപിള്ളേരുടെ എണ്ണം കൂടുന്തോറും നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ വിഷമം ഇങ്ങനെ തോന്നും. അപ്പോൾ അതിങ്ങനെ ടെൻഷൻ കൂടി വന്നു. അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഈ അപ്പുറത്തെ ബെഡിലോട്ട് വരുന്ന പിള്ളേരെല്ലാം നമ്മളെ ഒരുമാതിരി സഹതാപത്തോടെ നോക്കാൻ തുടങ്ങി കേട്ടോ. ഒത്തിരി നേരമായിട്ട് ഞാൻ അതിനകത്ത് കിടക്കുമല്ലോ. അപ്പോൾ ഈ ചേച്ചിക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്തോ കോംപ്ലിക്കേഷനാണ്, പ്രശ്നമാണെന്നുള്ളൊരു ചിന്തയാണ് പിന്നെ വരുന്നവരുടെ എല്ലാം മുഖത്ത്. എല്ലാവരും ഭയങ്കര ദയനീയമായിട്ട് നോക്കാൻ തുടങ്ങി. അതും കൂടെ ആയപ്പോഴത്തേക്കിനും എൻ്റെ കിളി പോയി കേട്ടോ. കാരണം എനിക്ക് ഓൾറെഡി ഞാൻ വേറൊരു ടെൻഷനിലിരിക്കുകയായിരുന്നു. ഞാനത് നേരത്തെ പറയാൻ വന്നിട്ട് അത് മാറിപ്പോയായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ ഡെലിവറിക്ക് ഒരാഴ്ച മുന്നേ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. കൊച്ചിനെ മുച്ചുണ്ടാണെന്ന്. മുച്ചുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, ഇവിടെ ഇങ്ങനെ നമുക്കൊരു അബ്നോർമൽ
ഫോർമാലിറ്റി വരും, ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരും. പിന്നെ അത് കുറേ സർജറീസ് ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ അത് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മുച്ചുണ്ടുണ്ട്, എന്നാലും അത് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആവത്തില്ല. അവർ സംസാരിക്കുമ്പോൾ ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് വരും കേട്ടോ. അപ്പോൾ കൊച്ചിന് മുച്ചുണ്ടെന്ന് ഞാനിങ്ങനെ സ്വപ്നം കണ്ടായിരുന്നു. എനിക്കിത് ആരോടും പറയാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചീത്തവിളി കിട്ടും. പ്രഗ്നൻസി ടൈമിൽ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചിട്ടാണ് സ്വപ്നം കാണുന്നതെന്ന് പറയും. അങ്ങനെ എങ്ങനെയൊക്കെയോ മമ്മിയോട് ഈ സംഭവം ഒന്ന് അവതരിപ്പിച്ച്. ചായനോട് പറയാനുള്ള ധൈര്യമേ എനിക്കില്ലായിരുന്നു. മമ്മിയോട് ഈ സംഭവം ഒന്ന് അവതരിപ്പിച്ചു കേട്ടോ. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു സാരമില്ല, നീ പേടിക്കൊന്നും വേണ്ട, പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ ചേച്ചിയോടും പറഞ്ഞു. ഇവരോട് രണ്ടുപേരോട് മാത്രമാണ് ഞാൻ ഈ ലോകത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞത്. പ്രസവത്തിനൊക്കെ ശേഷം ഞാൻ പറഞ്ഞു കേട്ടോ ഇച്ചായനോട്. എന്നാലും അതിന് മുന്നേ ഞാൻ ആകെ ഇവരോട് രണ്ടുപേരോടാണ് പറഞ്ഞത്. അങ്ങനെ അൽഫോൻസാമയ്ക്ക് നേർച്ച നേർന്ന്, അൽഫോൻസാമയുടെ അടിമ വെക്കാം എന്ന് നേർന്ന്, എവിടെയൊക്കെ നേർച്ച നേർന്നെന്നും പ്രാർത്ഥിച്ചെന്നും എനിക്ക് തന്നെ നിശ്ചയമില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് നമ്മൾ നേർച്ചകൾക്കും കാഴ്ചകൾക്കും ശേഷം നമ്മൾ എന്നാ പറയുന്നത് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ആ കൂട്ടത്തിലാണ് ഇവർ വന്നിട്ട് കൊച്ചിന് അനക്കം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒന്നും കൂടെ ടെൻഷനാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് എനിക്ക് എൻ്റെ മൈൻഡ് ഭയങ്കര ഇതായിപ്പോയി. അപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. ഇനി എനിക്ക് വല്ല ബി പിയും കൂടുമോ, ബി പി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാകുമല്ലോ എന്നുള്ളൊരു ചിന്ത വരെ വന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർ കുറേ നേരം ആയപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ അനക്കം കിട്ടാതെ വന്നപ്പോൾ ഇവർ ഡോക്ടറിനെ വിളിക്കാൻ പോയി. ഡോക്ടറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്നെ നോക്കിക്കൊണ്ടിരുന്ന ശാന്തകുമാരി ഡോക്ടർ തന്നെയാണ് അന്ന് നൈറ്റ് ഡ്യൂട്ടിയിലുള്ളത്. മോർണിംഗ് എന്നെ പുള്ളിക്കാരി അഡ്മിറ്റ് ചെയ്തു. അന്ന് നൈറ്റ് ഡ്യൂട്ടി പുള്ളിക്കാരത്തിയുടേതാണ്. അപ്പോൾ ഡോക്ടറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവർ ഡോക്ടറെ വിളിക്കാൻ പോയി. ഡോക്ടറെ വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു ഡ്രിപ്പ് ഇട്ടിട്ടും കൊച്ചിൻ്റെ അനക്കം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ സിസേറിയൻ ചെയ്യുമെന്ന് അവരെ ഇൻഫോം ചെയ്തേക്കാൻ പറഞ്ഞു. എൻ്റെ പൊന്നെ സിസ്റ്റർമാർ വന്നിട്ട് ഇന്ന് തന്നെ ചേച്ചി സിസേറിയൻ ചെയ്യും എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്കറിയത്തില്ല കേട്ടോ അന്നേരത്തെ എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ. കാരണം എനിക്ക് ജൂൺ 6-ാം തീയതി തന്നെ പ്രസവിച്ചാൽ മതി എന്നിങ്ങനെ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ച് പ്രഗ്നൻ്റ് ആയ അന്ന് മുതൽ ജൂൺ 6-ന് തന്നെയായിരിക്കും എന്നിങ്ങനെ മനസ്സിൽ അത്രയും ഉറപ്പിച്ച ഒരു കാര്യമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അതൊന്നും കൂടെ ഉറപ്പിച്ചല്ലോ. കാരണം സിസേറിയൻ ആണ്, അപ്പോൾ പിന്നെ അത് ഒന്നും മാറാൻ ചാൻസ് ഇല്ലല്ലോ എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടി. എന്നിട്ടാണ് ഇവർ ഇപ്പം തന്നെ സിസേറിയൻ ചെയ്യാൻ പോവാന്ന് പറയുന്നത് കേട്ടോ. അതും കൂടെ ആയപ്പോഴത്തേക്കിന് എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞ പോലെ ഞാൻ മൊത്തത്തിൽ ഔട്ടായിപ്പോയി. അപ്പോൾ എന്നെ ലേബർ റൂമിലേക്ക് കയറ്റിയിട്ട് ഒത്തിരി നേരം ലേറ്റ് ആയപ്പോഴത്തേക്കിന് ഇച്ചായം വന്നിട്ട് സിസ്റ്റർമാരോട് പറഞ്ഞാൽ അവളോട് പറഞ്ഞേരം ഞങ്ങൾ വീട്ടിൽ പോവാണ്, പിന്നെ നാളെ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഇച്ചായൻ യാത്ര പറഞ്ഞേച്ച് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതും സിസ്റ്റർമാർ വന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ചിലപ്പോൾ ഇന്ന് തന്നെ സിസേറിയൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പെട്ടെന്ന് സിസ്റ്റർമാരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ ഇച്ചായനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചായ പോവരുത്, ചിലപ്പോൾ ഇന്ന് തന്നെ സിസേറിയൻ ചെയ്യും, മമ്മിയെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, ഇന്ന് തന്നെ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പോകണ്ട, എന്നെ ഇവിടുന്ന് ഇറക്കിയിട്ട് പോയാൽ മതി, ഇതിൻ്റെ കൺഫേം അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചായന് ഓക്കെ ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നു. അതെല്ലാം കഴിഞ്ഞ് ആ ഡ്രിപ്പ് കയറി തീരാറായപ്പോൾ നമ്മുടെ പുള്ളി അകത്ത് കിടന്നു, ഒന്ന് തിരിഞ്ഞു കിടന്നാന്ന് തോന്നുന്നു, ഒരു കുഞ്ഞിക്ക് അനക്കം കിട്ടി. എൻ്റെ പൊന്നെ സമാധാനമായി. അങ്ങനെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു ഡോക്ടറെ കൊച്ചിൻ്റെ അനക്കം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എത്ര മണിക്കൂർ ഞാൻ അതിനകത്ത് കിടന്നെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. കൊച്ചിൻ്റെ അനക്കം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ എന്നാൽ റൂമിലേക്ക് വിട്ടേരെ, കുഴപ്പമൊന്നുമില്ല, പിന്നെ രാത്രിയിൽ അനക്കമൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പറയണം, അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ സിസേറിയൻ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരവും പറയുന്നുണ്ട് കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്കറിയായിരുന്നു, കുഴപ്പമില്ലെന്ന് എനിക്കറിയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ ലേബർ റൂമിൽ നിന്ന് ഇറക്കി ഇച്ചായനും മമ്മിയും കൂടെ വീട്ടിലോട്ട് പോയി. ഞാനും മമ്മിയും ആശുപത്രിയിൽ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ഡോക്ടർ വീണ്ടും ചെക്കപ്പിന് വരുമല്ലോ. ചെക്കപ്പിന് വന്ന് അനസ്തേഷ്യയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് നടുവിന് കുത്തണ്ട, നടുവിന് വേനയുള്ള ആളാണ് ഞാൻ, അപ്പോൾ എൻ്റെ നട്ടലിനെ ഇഞ്ചക്ഷൻ എടുക്കല്ലേ, ഇങ്ങനെ ബോധം കെടുത്തിയിട്ട് ചെയ്താൽ മതി എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട മോളെ നട്ടലിന് കുത്തിയാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല, വേണ്ട എന്നെ ബോധം കെടുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു മോളെ ബോധം കെടുത്തി കഴിഞ്ഞാൽ അത് കുഞ്ഞിന് ദോഷമാണ്, നടുവിന് ഇഞ്ചക്ഷൻ എടുക്കുന്നത് തന്നെയാണ് കുഞ്ഞിന് എപ്പോഴും സേഫ്, നിനക്കറിയാലോ, നീ ഒരു നേഴ്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ നമ്മുടെ വീക്ക്നെസ്സിൽ കയറി പിടിച്ചു കേട്ടോ. കൊച്ചിൻ്റെ സേഫ്റ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നടുവിന് ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ബോധം കെടുത്തണ്ട, ഓക്കെ നടുവിന് വേണ്ടി ഞാൻ സഹിച്ചോളാം, എനിക്ക് എൻ്റെ കൊച്ചിനെ നല്ല രീതിയിൽ കൈ കിട്ടിയാൽ മതി എന്നിങ്ങനെ ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് നടുവിന് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ മമ്മിക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. അതിന് മുമ്പ് മമ്മി ഒരു 4-5 ദിവസം മുന്നെയാണ് ഡിസ്ചാർജ് ആയി വന്നത്. അപ്പോൾ മമ്മിക്ക് തീരെ വയ്യ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാനെന്നുള്ള ഒരു ആരോഗ്യസ്ഥിതിയൊന്നും മമ്മിക്കില്ല. എന്നാലും വേറെ ആരും നിൽക്കാനില്ലാത്തതുകൊണ്ട് ചേച്ചിക്കാണെങ്കിലും നിൽക്കാൻ പറ്റത്തില്ല. ചേച്ചിക്ക് അപ്പൂസ് തീരെ കുഞ്ഞാണ്, 7 മാസമേ ഉള്ളൂ. അപ്പോൾ മമ്മി അല്ലാതെ പിന്നെ വേറെ ആരും ഇല്ല നിൽക്കാൻ. അങ്ങനെ മമ്മി എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതാണ്. അപ്പം എനിക്കാണെങ്കിൽ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്, മമ്മിയോട് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ
ഓക്കെ നടുവിന് ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നു കേട്ടോ. റൂമിൽ വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ, നാളെ എൻ്റെ സിസേറിയൻ ടൈമിൽ ഡോക്ടർ എൻ്റെ കൂടെ നിൽക്കാവോ, തിയേറ്ററിൽ ഡോക്ടർ കയറാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, നീ എന്നെ ഈ പറയുന്നത്, ഞാനിന്ന് മോർണിംഗ് ഡ്യൂട്ടി ചെയ്തു, എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടില്ല, അതെ ഇന്ന് നൈറ്റാണ്, ഈ നൈറ്റും കഴിഞ്ഞിട്ട് ഞാൻ നാളെ എങ്ങനെ നിൻ്റെ സിസേറിയന് നിൽക്കുന്നത്, അത് നടക്കുന്ന കാര്യമല്ല മോളെ, കുഴപ്പമില്ല, നല്ല ഡോക്ടർമാരാണ് നാളെ നിന്നെ സിസേറിയൻ ചെയ്യുന്നത്, നീ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അതല്ല ഡോക്ടറെ, ഞാൻ മെൻ്റലി ഭയങ്കരമായിട്ടും ഒരു ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് ടെൻഷനുണ്ട്, അതുകൊണ്ട് ഡോക്ടർ എൻ്റെ കൂട്ടത്തിലൊന്ന് നിൽക്കുമോ, എൻ്റെ ഒരു അമ്മയെ പോലെ എനിക്ക് ഡോക്ടറെ ഞാൻ കാണുന്നത്, എനിക്ക് ഡോക്ടറിൻ്റെ പ്രസൻസ് എനിക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും, ഡോക്ടറെ നിൽക്കാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി ഒന്നും പറയാതെ അങ്ങ് പോയേ. അപ്പോൾ ഞാൻ ഓർത്ത് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് പോയതല്ലേ, കാണത്തില്ല എന്നൊക്കെ വിചാരിച്ച്, അപ്പോൾ അതും പിന്നെ ഒരു സങ്കടമായി. അങ്ങനെ വീണ്ടും റൂമിൽ വന്നു. അപ്പോൾ നമുക്ക് എന്നാ പറയുന്നത്, മൊത്തത്തിൽ സങ്കടമാണ്. ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമാണ് പിറ്റേ ദിവസം, ഒരമ്മയാവുക എന്നുള്ളത്. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം അമ്മയാവാൻ പോവാണ്. പക്ഷെ ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു, ഒരു സമാധാനവും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ എന്നാ പറയുന്നത്, ഈ മുച്ചുണ്ടിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ കൊച്ചിൻ്റെ അനക്കം കിട്ടാഞ്ഞ പ്രശ്നവും റൂം കിട്ടാഞ്ഞ പ്രശ്നവും ആ കൂട്ടത്തിൽ നടുവിന് കുത്തണം എന്ന് പറഞ്ഞ പ്രശ്നവും എല്ലാം കൂടെ ആയിട്ട് രാത്രിയിലെ ഉറക്കം വളരെ സുഖകരമായിരുന്നിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഉറങ്ങിയിട്ടേ ഇല്ല. വെളുപ്പിനെ എപ്പോഴോ ഒന്നിങ്ങനെ കണ്ണടച്ചു കേട്ടോ. വെളുപ്പിനെ എപ്പോഴോ ഒന്ന് ഉറങ്ങി. അന്നേരത്തേക്കിന് ഇവർ വന്ന് നമ്മളെ 4 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ചു. എൻ്റെ പൊന്നെ, പിന്നെ അവിടെ ഒരു ബഹളമായിരുന്നു. കാരണം ഈ 4 മണിക്ക് എഴുന്നേൽപ്പിച്ചിട്ട്, റൂമാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പ്രൈവസി ഉണ്ട്, നമ്മൾ കാണുന്നില്ല ബാക്കി ആര്. ഇത് ഈ ഒരു ക്യൂബിക്കിൾ ആയതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കിടക്കുന്ന ഒരു ബാത്റൂമിൽ പോകാൻ ഓടുന്നു, കുളിക്കാൻ ഓടുന്നു, ബൈസ്റ്റാൻഡേഴ്സ് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ആകെപ്പാടെ അവിടെ ബഹളമയമാണ്. അന്നേരത്തേക്ക് നമ്മുടെ മനസ്സിൽ ഏതാണ്ട് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ കയറും കേട്ടോ. ഭയങ്കര ഒരു വല്ലാത്ത സിറ്റുവേഷനിലേക്ക് എത്തും. കാരണം നമുക്ക് ആ ഒരു ടൈമിലെ മൂഡ് സ്വിങ്സും ഹോർമോണൽ ചേഞ്ചസും എന്നൊക്കെ പറയുന്നത് ചെറുതൊന്നുമല്ല. അപ്പം നമ്മൾ ഭയങ്കരമായിട്ടും വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പം എനിക്കാണെങ്കിൽ കണ്ടമാനം ടെൻഷൻ കയറുവാണ്. എൻ്റെ മനസ്സിൽ ഭയങ്കര നെഗറ്റീവ് അടിക്കുകയാണ് കേട്ടോ. എനിക്ക് ഓൾറെഡി കൊച്ചിന് ഇങ്ങനെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ സ്വപ്നം കണ്ടപ്പോൾ മുതൽ അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് എന്തോ സംഭവിക്കാൻ പോവാണ്, ഞാനിനി ജീവനോടെ വരത്തില്ല എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ എൻ്റെ മനസ്സിൽ കണ്ടമാനം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ. അങ്ങനെ ചിന്തിച്ച ഒരാളെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും എന്നൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ ഒരു ബഹളവും കൂടെ ഒക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി കേട്ടോ. ഇച്ചായനും അടുത്തില്ല. അങ്ങനെ ആകെപ്പാടെ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇവർ വന്ന് എനിമ വെക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് ചൂടുവെള്ളം കുളിക്കാൻ കൊണ്ടു തരുന്നു. അപ്പോൾ ഈ ടോയ്ലറ്റ് പുറത്താണല്ലോ. അപ്പോൾ നമ്മൾ പോയി ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഇവർ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, മുടി പിന്നി കെട്ടണം എന്ന് പറഞ്ഞു. ഓക്കെ, മുടി പിന്നി കെട്ടി. അപ്പോൾ എനിക്കാണെങ്കിൽ 2 പിള്ളേർ കിടക്കുന്ന വയറുണ്ട്, ഭയങ്കര വയറായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു വിധത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ ഈ മുടി ഞാൻ പകുതി പിന്നി ബാക്കി പകുതി മമ്മിയെ കൊണ്ട് പിന്നിച്ച് എല്ലാം റെഡിയാക്കിയൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇരുന്നപ്പം വഴിയെ പോകുന്ന വയ്യാവേലി വിളിച്ചു വരുത്തുക എന്ന് പറയത്തില്ലേ, ഞാൻ അതുകൂട്ടൊരു പണി കാണിച്ചു. ഞാൻ അതിലെ പോയ ഒരു സിസ്റ്ററിനെ വിളിച്ചിട്ട് ചോദിച്ചു, സിസ്റ്ററെ എൻ്റെ സിസേറിയൻ എത്രാമതായിരിക്കും, കാരണം അന്നൊരു 10-12 എണ്ണം ഉണ്ട്, എൻ്റെ സിസേറിയൻ എത്രാമതായിരിക്കും എന്ന് ചോദിച്ചു. എന്നാന്ന് വെച്ചാൽ എനിക്ക് അന്നേരം ഇച്ചായനെ വിളിച്ചു വരുത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ആക്ച്വലി ഇന്ന് 2 കോംപ്ലിക്കേറ്റഡ് കേസുകളാണുള്ളത്. ഒന്ന് അപ്പുറത്ത് കിടക്കുന്ന ഒരു ചേച്ചി, ആ ചേച്ചിക്ക് 4ാമത്തെ സിസേറിയനാണ്, 3 സിസേറിയൻ കഴിഞ്ഞു, 4ാമത്തെ സിസേറിയനാണ്. അപ്പോൾ 4ാമത്തെ സിസേറിയൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നാട്ടിൽ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഒന്ന് അതാണ് കോംപ്ലിക്കേറ്റഡ് കേസ്, പിന്നെ ഒന്ന് ചേച്ചിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തേ എനിക്ക് കോംപ്ലിക്കേഷനോ, എനിക്ക് എന്നാ കോംപ്ലിക്കേഷൻ എന്നുള്ളൊരു ചിന്തയായിപ്പോയി കേട്ടോ അന്നേരത്തേക്ക്. അപ്പം ഞാനിങ്ങനെ ഒന്നും മിണ്ടാതിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ 2 കേസും ഡോക്ടേഴ്സ് ഒന്നും കൂടെ നോക്കിയിട്ട് 2ലും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസായിരിക്കും ആദ്യം സിസേറിയൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോഴത്തേക്കിന് നമുക്ക് ഓക്കെ ടീക്ക് നിറഞ്ഞു മതി എന്നുള്ളൊരു ചിന്തയായി കേട്ടോ. ശരി ആയിക്കോട്ടെ എന്നുള്ളൊരു രീതിയിൽ ഞാനിങ്ങനെ ഇരുന്നു. അപ്പോൾ മുടിയൊക്കെ പിന്നി കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ നമ്പർ എപ്പോൾ വരും, നമ്മളെ എപ്പോഴാണ് ഇറക്കാൻ കൊണ്ടുപോകുന്നതെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അന്നേരം ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ വന്നിട്ട് പറഞ്ഞു, ചേച്ചിയുടേതാണ് ആദ്യത്തെ സിസേറിയൻ. സന്തോഷമായി. കാരണം മറ്റേ സിസ്റ്റർ ഓൾറെഡി നമ്മളോട് പറഞ്ഞേക്കുവാണല്ലോ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ് ആദ്യം ചെയ്യുന്ന സിസേറിയൻ. അപ്പോൾ സന്തോഷമായി നമുക്ക്. അപ്പോഴും എനിക്ക് പിടികിട്ടിയില്ല എനിക്ക് എന്താണ് കോംപ്ലിക്കേഷൻ ഉള്ളതെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. പെട്ടെന്ന് ഇവർ ട്രോളി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലോട്ട് കയറ്റിയിരുത്തി
കയറ്റി ഇരുത്തി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഞാൻ മുടി പിന്നി കെട്ടിയേക്കുന്നത് നോക്കുന്നത്. അത്രയും നേരം അവിടെ ഇരുന്നിട്ട് ഇവരിത് കണ്ടില്ല കേട്ടോ. മുടി ഞാൻ എന്നാൽ ഇവർ പറഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല, നമുക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാനിങ്ങനെ ബാക്കിലേക്ക് ഒറ്റ പിന്നൽ പിന്നിയാണ് ഇട്ടത്. അപ്പോൾ ഇവർ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ അല്ലായിരുന്നു, 2 സൈഡിലേക്കാക്കി പിന്നി കെട്ടണമായിരുന്നെന്ന് പറഞ്ഞ് ഇവർ വന്ന് പെട്ടെന്ന് മുടിയൊക്കെ അയച്ച് 2 പേരും 2 സൈഡിൽ നിന്നിട്ട് മുടി പിന്നാൻ തുടങ്ങി. അപ്പോഴാണ് ഇവരെൻ്റെ കാലെ നെയിൽ പോളിഷ് കാണുന്നത്. അത് ഫുള്ളായിട്ടൊന്നും ഇല്ല. ഈ ഒരു പ്രഗ്നൻസി ടൈമിലായിരുന്നു അപ്പൂസിൻ്റെ മാമോദീസയും പൊന്നൂസിൻ്റെ ആദ്യ കുർബാന. അപ്പോൾ അന്നേരം ഞാൻ ഇട്ട നെയിൽ പോളിഷാണ്. അത് പകുതി മുക്കാലും പൊളിഞ്ഞു പോയി, കുറച്ചെന്തോ ബാക്കിയുണ്ട്. ചേച്ചി നെയിൽ പോളിഷ് ഒന്നും പാടില്ല എന്ന് അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ പിന്നെ 2 പേര് വന്ന് നിന്ന് കാലിലെ നെയിൽ പോളിഷും ചേരണ്ടാൻ തുടങ്ങി കേട്ടോ, സ്പിരിറ്റ് ഒക്കെ വെച്ചിട്ട്. 2 പേര് തലയില്, 2 പേര് കാലില്. മൊത്തത്തിൽ അവിടെ ഒരു ബഹളമയമാണ് കേട്ടോ. ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കിന് എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചടിച്ചടിച്ച് ഇപ്പം ചത്തു പോകുമോ എന്നുള്ളൊരവസ്ഥയിലെത്തി കേട്ടോ. അതും കഴിഞ്ഞേച്ച് ഇങ്ങനെ നമ്മളിരുന്നു. അപ്പം ട്രോളിയെ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് ക്യാനിൽ ഇടണമല്ലോ. ക്യാനിൽ ഇടാൻ വേണ്ടിയിട്ട് ഇവർ വന്ന് പഠിച്ച പണി 18 നോക്കിയിട്ട് ഇവർക്ക് ക്യാനിൽ ഇടാൻ പറ്റുന്നില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൻ കിട്ടുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു നല്ല വെയിനിൽ തലേ ദിവസം നമുക്ക് ഈ പുള്ളി അനങ്ങാതെ കിടന്നപ്പോൾ ഡ്രിപ്പ് ഇട്ടായിരുന്നല്ലോ, ആകെ ഉണ്ടായിരുന്ന നല്ല വെയിനിൽ അന്നേരം ക്യാനിലേയും കിട്ടും. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഇവർക്ക് എന്നെ തിയേറ്ററിലേക്ക് കയറ്റാൻ വേണ്ടി ക്യാനിൽ ഇടാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഇവർ വെയിൻ തപ്പി മടുത്തു. അപ്പോൾ ടൈം ലേറ്റ് ആകുന്നു എല്ലാം കൂടെ. കാരണം ഇവർ പിന്നെ തിയേറ്ററിൽ നിന്ന് ആളെ വിളിച്ചു. തിയേറ്ററിലെ സ്റ്റാഫിന് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അങ്ങനെ തിയേറ്ററിൽ നിന്ന് സ്റ്റാഫ് വന്ന് പുള്ളിക്കാരത്തി നോക്കിയിട്ട് പോലും വെയിൻ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. കുറേ നേരം പരിശ്രമിച്ച് എന്തായാലും ഒരു വെയിൻ കണ്ടുപിടിച്ച് ക്യാനിലിട്ടു. എന്നിട്ട് ഇവർ എന്നെ ട്രോളിയിൽ ആ ഒരു സ്ട്രെച്ചറിൽ ഇങ്ങനെ ആ ക്യൂബിക്കിളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറക്കിയപ്പോഴത്തേക്കിന് വേണ്ടട എൻ്റെ മുമ്പിൽ സാക്ഷാൽ എൻ്റെ ഭർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ഇച്ചായൻ അന്നേരമാണ് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിന് ഞാനിങ്ങനെ എന്നെ ആ ട്രോളി ഉരുണ്ട് തുടങ്ങിയ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു തുടങ്ങി. കാരണം എനിക്ക് ഇച്ചായനെ ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇച്ചായനോട് പറയണമായിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോണം, അല്ലെങ്കിൽ എന്തോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് തോന്നുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല എന്നൊന്നും പറയണമെന്നുണ്ട്. പക്ഷെ 2 മമ്മിമാരും നിൽക്കുമ്പം എനിക്കത് പറയാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ഈ ചായനെ നോക്കി കരയുന്നുണ്ട്. അപ്പോൾ ഈ ചായൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്, എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്, നീ ധൈര്യമായിട്ടിരിക്കണേ, നീ ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയല്ലേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. പുള്ളിക്കത് പറയാം, പട്ടാളക്കാരൻ്റെ ഭാര്യയല്ലേ, എന്ന് കീറാൻ പോകുന്നത് എൻ്റെ വയറല്ലേ, പിന്നെ എനിക്കല്ലേ ടെൻഷൻ മൊത്തം. ഈ പുള്ളിയോട് പറയാത്ത ഒരുപാട് ടെൻഷൻ എൻ്റെ ഉള്ളിലിരിക്കുകയാണ് ഈ കൊച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള. ഇങ്ങനെ എന്നാ പറഞ്ഞത്, മുച്ചുണ്ടിൻ്റെ കേസാണെങ്കിലും ഞാൻ കണ്ട സ്വപ്നങ്ങളാണെങ്കിലും എൻ്റെ ടെൻഷൻസ് ആണെങ്കിലും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും എല്ലാം എൻ്റെ മനസ്സിലിരിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുമ്പം നമുക്ക് വല്ലാത്ത നെഗറ്റീവേ അടിക്കത്തുള്ളൂ. കാരണം നമ്മൾ ഇതിനകത്ത് കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ ഈ കണ്ട നെഗറ്റീവ് മൊത്തം മനസ്സിൽ വെച്ചാണ് ഞാൻ ഈ ട്രോളിയിൽ ഉരുണ്ടുരുണ്ട് പോകുന്നത്. അപ്പോഴാണ് ഈ പുള്ളി പറയുന്നത്, നീ ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണ്, ധൈര്യമായിട്ടിരിക്കാൻ പറ്റുമോ? അന്ന് ഞാൻ പറഞ്ഞു, ആ ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ കരയാണ് കേട്ടോ. കരഞ്ഞ് അതും ആ ഒരു ക്യൂബിക്കിളിൽ നിന്ന് തിയേറ്ററിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ മനസ്സിൽ എന്നൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അവരെന്നെ നടത്തിക്കൊണ്ട് പോയായിരുന്നെങ്കിൽ എനിക്ക് അത്രയും പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ വാതൊക്കെ ചെന്നു. ഞാൻ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഓക്കെ ഞാൻ പോവുകയാണ്, എന്നെ വെള്ളം ഉതപ്പിച്ചായിരിക്കും തിരിച്ചു വരുന്നതെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ കൊച്ചിനെ നോക്കിക്കോണേ എന്നൊക്കെ പറയാതെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉള്ളിലേക്ക് പോയി. അകത്ത് കയറി ചെന്നപ്പോഴത്തേക്കിന് വേണ്ടടാ, തലേ ദിവസം ഒന്നും മിണ്ടാതെ പോയ ശാന്തകുമാരി ഡോക്ടർ അവിടെ നിൽക്കുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ച് എന്തോ ഭയങ്കര പ്രശ്നമുണ്ട്. ഓൾറെഡി ഈ നേഴ്സ് പറഞ്ഞു, ചേച്ചി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്, അതുകൊണ്ടാണ് ചേച്ചിയുടെ ആദ്യം ചെയ്യുന്നതെന്ന്. പിന്നെ കാണത്തില്ല എന്ന് പറഞ്ഞു പോയ ശാന്തകുമാരി ഡോക്ടർ നിൽക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു എന്തോ ഭയങ്കരമായ പ്രശ്നമുണ്ട്, ഇതിപ്പോൾ ഇന്ന് തീരും എന്നുള്ളത് ഇങ്ങനെ ഉറപ്പിച്ചു കേട്ടോ. ഇതെല്ലാം കൂടെ ആയിട്ട് എന്നെ അവർ ടേബിളെ കയറ്റി കിടത്തി. അനസ്തേഷ്യ, നടുവിനപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണമല്ലോ. നടുവിന് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു ചെരിച്ച് കിടത്തും, ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ തിരിഞ്ഞ് നേരെ കിടക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ പ്രഗ്നൻസിയിൽ ഇങ്ങനെ ആടി തൂങ്ങിയാണല്ലോ തിരിയുന്നത്. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇവർ നടുവിന് കുത്തിയതൊന്നും നമ്മൾ സത്യത്തിൽ അറിഞ്ഞില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞേച്ചോ പിടിച്ച് മറിച്ച് ഒരൊറ്റ ഇടിയിലായിരുന്നു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം നമ്മൾ അത്രയും ഫാസ്റ്റായിട്ട് തിരിഞ്ഞ് കിടന്നില്ലെങ്കിൽ നമ്മുടെ താഴേക്ക് ആ ഒരു ഭാഗത്തിന് സെൻസേഷൻ ഇല്ലാണ്ട് വരുമല്ലോ. അപ്പോൾ ഇവർ പെട്ടെന്ന് തിരിച്ച് കിടത്തി കഴിഞ്ഞ് പിന്നെ എനിക്ക് അരയ്ക്ക് താഴേക്കുള്ള ഭാഗത്തോ ഒന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു നടുക്കൊരു സ്ക്രീൻ വെച്ച് പിന്നെ സിസേറിയൻ സ്റ്റാർട്ട് ചെയ്തപ്പം എന്നാ പറയുന്നത്, ഞാനിങ്ങനെ അവിടെ സ്റ്റാഫിനോടൊക്കെ സംസാരിച്ചുകൊണ്ട് കിടക്കായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ടെൻഷൻ എങ്ങനെ കുറയും എന്നുള്ളതല്ലേ ഞാൻ നോക്കുന്നത്. ഇങ്ങനെ സംസാരിച്ച് ഞാനിങ്ങനെ മേളിലോട്ട് നോക്കിയപ്പോൾ ദാണ്ടടാ എൻ്റെ വയറ് കീറുന്നത് ഞാൻ കാണുന്നു. ഇവർ നടുക്ക് സ്ക്രീൻ വെച്ചു, പക്ഷെ മേളിലത്തെ ലൈറ്റിലോട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വയറ് കീറുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ വേറുള്ളവരുടെ വയറ് കീറുന്നതൊക്കെ നല്ല ചിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ടല്ലോ, സ്വന്തം വയറ് കീറുന്നത് കാണാൻ അത്രയ്ക്കൊരു സന്തോഷം കാണത്തില്ലല്ലോ. ഞാൻ പതുക്കെ എൻ്റെ തല ഇങ്ങനെ ചെരിച്ച് വെച്ച് കിടന്നു കേട്ടോ. എനിക്ക് കാണണ്ട എന്നുള്ളൊരു രീതിയിൽ ഞാൻ ചെരിച്ച് വെച്ച് കിടന്നു. എന്നിട്ട് ഞാൻ പിന്നെ അവരോട് വർത്താനമൊക്കെ പറഞ്ഞു കിടന്നു കേട്ടോ.
അങ്ങനെ ഇവർ വയറ് കീറി കൊച്ചിനെ പുറത്തെടുത്ത്. അപ്പോൾ ശാന്തകുമാരി ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്നാ കൊച്ചാണെന്നറിയാവോ എന്ന് ചോദിച്ചു. അവന് പെങ്കൊച്ചായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ അവനെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, ദേ നിന്റെ പെങ്കൊച്ച് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇവൻ്റെ മോന്തയൊന്നും കണ്ടില്ല, ഇവൻ്റെ മുഖമേ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് ആകെപ്പാടെ ഇവൻ്റെ ഒരു കാലും കണ്ടു, ഇവൻ്റെ ആ ഒരു മെയിൽ ഓർഗണും ഞാൻ കണ്ടു. അപ്പോൾ ചെറുക്കം കൊച്ചാണെന്ന് എനിക്ക് മനസ്സിലായി, അല്ലാതെ ഇവൻ്റെ മുഖമൊന്നും ഞാൻ കണ്ടില്ല. ഇവരിങ്ങനെ പെട്ടെന്ന് പൊക്കി കാണിച്ച് വെച്ച് ഒരു കൊച്ചിനെ അങ്ങ് കൊടുത്തു വിടുമല്ലോ. അപ്പം ഞാൻ അവിടെ കിടന്ന സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനെ അവൻ്റെ പപ്പയുടെ കയ്യിൽ തന്നെ കൊടുക്കണം, ഇച്ചായൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഇച്ചായൻ അത്രയും കുഞ്ഞു പിള്ളേരെ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് കൊച്ചിനെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ചിലപ്പം വേണ്ട മമ്മി എടുത്തോ അല്ലെ പപ്പ എടുത്തോ എന്ന് പറയൂന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇച്ചായനെ എടുക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ എനിക്ക് പക്ഷെ ഒരു വാശിയായിരുന്നു, അന്നത്തെ ദിവസം ജൂൺ 6-ാം തീയതി എൻ്റെ കുഞ്ഞിനെ ഇച്ചായൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. എന്നാന്ന് വെച്ചാൽ പുള്ളിയുടെ ആ നഷ്ടപ്പെട്ടു പോയ ആ കൂടപ്പറപ്പിനെ പുള്ളിയുടെ മകൻ്റെ രൂപത്തിൽ തിരിച്ച് ഞാൻ കൊടുത്തു എന്നുള്ളൊരു വിശ്വാസം ഇന്നും എനിക്കുണ്ട് കേട്ടോ. അതെൻ്റെ മരണം വരെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കും. അപ്പം അത് പുള്ളിയുടെ കൈ കൊണ്ട് തന്നെ കൊച്ചിനെ വാങ്ങണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം എൻ്റെ ഏറ്റവും വലിയ സ്വപ്ന സാഫല്യമായ നിമിഷമാണത്. എന്ന് വെച്ചാൽ ഞാൻ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചതാണ് ജൂൺ 6-ാം തീയതി എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകണം എന്നുള്ളത്. അത് എന്തായാലും അന്ന് സാധിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ഇനി എനിക്കൊരു 10 മക്കളുണ്ടായാൽ പോലും എൻ്റെ ഉണ്ണിക്കുട്ടനെ കിട്ടിയ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അത്രയ്ക്കും പ്രഷ്യസ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ കൊച്ചിനെ ഇച്ചാൻ്റെ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ കൊച്ചിനെ അങ്ങ് കൊണ്ടുപോയി. കാരണം പീഡിയാട്രീഷ്യൻ വന്ന് നോക്കണം, പീഡിയാട്രീഷ്യൻ നോക്കി കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി ഉറങ്ങാനുള്ള മരുന്ന് തരാം, നീ ഇച്ചിരി നേരം ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഇവരെനിക്ക് മയങ്ങാനായിട്ടുള്ള സെഡേഷൻ തന്നു. പക്ഷേ എൻ്റെ ടെൻഷൻ കൊണ്ടായിരിക്കാം തിയേറ്ററിൽ നിന്ന് തന്നെ ഇറക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ബോധം തെളിഞ്ഞു കേട്ടോ. ഞാൻ എഴുന്നേറ്റു, ഞാൻ വീണ്ടും അവരോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ ഒബ്സർവേഷനിലേക്ക് മാറ്റി. അപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിനെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. പക്ഷേ ഇവർ കൊച്ച് നഴ്സറിയിലാണോ എവിടെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് ഇവർ പറഞ്ഞു, ഒരാളെ കാണിക്കാം, ആരെ കാണണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മമ്മിയേയും കാണണം ഇച്ചായനെയും കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, രണ്ടുപേരെ കയറ്റാൻ പറ്റത്തില്ല, ഒരാളെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഇച്ചായനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു, ഇച്ചായനെ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചായൻ കയറി വന്നു. ഇച്ചായനോട് ഞാൻ ചോദിച്ചു, കൊച്ചെങ്ങനെയുണ്ട്, ഓക്കെ ആണോ, അവൻ ഓക്കെ അല്ലേ, കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ എനിക്ക് ഈ മുച്ചുണ്ടിൻ്റെ കാര്യം ചോദിക്കാൻ പറ്റത്തില്ലോ, കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഒന്നുമില്ലടി, ഒന്നുമില്ല, അവൻ ഓക്കെയാണ്, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ. മമ്മിയാണ് കയറി വരുന്നതെങ്കിൽ ചോദിക്കായിരുന്നു, മമ്മി മുച്ചുണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കായിരുന്നു. പക്ഷേ ഇച്ചായനോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കൊച്ചു കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ഇച്ചായൻ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര പരവേശമാണ് കേട്ടോ. വെള്ളമൊന്നും കുടിക്കാതെ കിടക്കുമല്ലോ. അപ്പം ഞാൻ ഇവരോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ചുണ്ട് നനച്ചതാന്ന് പറഞ്ഞൊരു 10-20 പ്രാവശ്യം അവരെ കൊണ്ട് എൻ്റെ ചുണ്ട് നനപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നി. കാരണം അവരെ ഇട്ട് ഞാൻ കഷ്ടപ്പെടുത്തുവെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ദാഹം സഹിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്നെ ഇവർ റൂമിലേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴത്തേക്കിന് ചേച്ചിയുണ്ട്, ചേട്ടായിയുണ്ട്, മമ്മിയുടെ ചേച്ചിയുണ്ട്, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡുണ്ട്, അവരൊക്കെ ഉണ്ട് റൂമിൽ. അപ്പോൾ പിന്നെ പപ്പയുടെ പെങ്ങളുണ്ട്, അങ്ങനെ അവരൊക്കെ ഉണ്ട്. അന്നേരം പക്ഷേ നമുക്ക് ഉണ്ണിക്കുട്ടനെ കയ്യിലേക്ക് കിട്ടിയപ്പോഴത്തെ ഒരു വീഡിയോയോ ഫോട്ടോയോ ഒന്നും ഇല്ല കേട്ടോ. കാരണം ചേച്ചിയൊന്നും അന്നേരം എത്തിയിട്ടുണ്ടായിരുന്നില്ല. കൊച്ചിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയും ചേട്ടായും കൂടെ വന്നത്. അപ്പോൾ അവർക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഇച്ചായൻ്റെ കയ്യിലേക്ക് കൊച്ചിനെ കൊടുത്ത ആ ഒരു മൊമെൻറ്റ് വീഡിയോ എടുക്കാൻ ആരും അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോയോ ഫോട്ടോയോ ഒന്നും നമുക്കില്ല. എന്നാലും കുഴപ്പമില്ല, ഉണ്ണിക്കുട്ടനുണ്ടല്ലോ. അങ്ങനെ വൈകുന്നേരം എന്നെ റൂമിലേക്ക് മാറ്റി. അപ്പോൾ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ബെഡിൽ ഞാൻ കിടന്നിട്ട് കൊച്ചിനെയും കൂടെ കിടത്തുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ് കേട്ടോ. കാരണം എനിക്ക് അത്യാവശ്യം നല്ല വണ്ണമുണ്ട്, പിന്നെ സിസേറിയൻ കഴിഞ്ഞ് കിടക്കില്ല, നമുക്ക് അനങ്ങാനോ തിരിയാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ കിടന്നുകൊണ്ട് അപ്പോൾ കൊച്ചിനെ ബൈസ്റ്റാൻഡർ കിടക്കുന്ന ആ ഒരു ബെഡിലേക്ക് മാറ്റി കിടത്തി കേട്ടോ. അപ്പം ഞാനിങ്ങനെ അവിടെ കിടന്നുകൊണ്ട് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇതിനിടയിൽ ഉണ്ണിക്കുട്ടനെ 1-2 പ്രാവശ്യം അവർ പാല് കുടിക്കാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഒബ്സർവേഷനിൽ. അപ്പോഴൊന്നും നമുക്കിങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ സിസ്റ്റർമാരോട് പറയുന്നുണ്ട്, എൻ്റെ കൊച്ചിനെ എനിക്കൊന്ന് കാണണം, മുഖം ഒന്ന് കാണിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ കാണിച്ചിട്ട് എനിക്കത് കാണാൻ പറ്റുന്നില്ല. ഈ സൈഡ് ഫേസ് അല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, നമ്മളിങ്ങനെ ചെരിഞ്ഞ് കിടക്കുമല്ലേ. അന്നേരം ഇവനെ ഒന്നും നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് വെച്ച് ഞാൻ റൂമിൽ വന്നു കഴിഞ്ഞിട്ടും ഇവനെ ആ ബൈസ്റ്റാൻഡറിൻ്റെ ബെഡിൽ കിടത്തിയപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് 3600 വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞൊരു കൊച്ച്, ഈർക്കിലിക്കമ്പ് പോണക്കത്തെ കയ്യും കാലും ഉള്ളൊരു കൊച്ചിനെയാണ് കേട്ടോ. എൻ്റെ ദൈവമേ,
എൻ്റെ ജീവിതം അവിടെ തീർന്നു, അല്ലെങ്കിൽ എൻ്റെ സർവ്വ സ്വപ്നങ്ങളും തീർന്നു എന്ന് ഞാൻ കണക്കാക്കിയൊരു സമയമാണ്. കാരണം അത്രയും നമ്മൾ കാത്തിരുന്ന് കിട്ടിയൊരു കുഞ്ഞാണ്, ഒരുപാട് സ്വപ്നം കണ്ടൊരു കുഞ്ഞാണ്. അവൻ്റെ കൈയും കാലും ഒക്കെ കണ്ടപ്പോൾ കൊച്ചിൻ്റെ കൈക്കും കാലിനും എന്തോ പ്രോബ്ലം ഉണ്ട്, അവന് കുറച്ച് കൈയും കാലും ഒന്നും മേലാത്ത കുഞ്ഞാണ് എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് വന്നത് കേട്ടോ. പക്ഷേ എനിക്കിത് ആരോടും പറയാൻ മേല, ആരോടെങ്കിലും ചോദിക്കാൻ മേല, പേടിയാണ്. അപ്പോൾ ചേച്ചിക്കും ചേട്ടായിക്കും കൊച്ചിനെ കണ്ടപ്പോൾ അവർക്കും എന്തോ ഒരു അബ്നോർമാലിറ്റി തോന്നിയിട്ട് അവരും ഇത് തമ്മി പറയുന്നുണ്ട്, മമ്മിയുടെ മനസ്സിലും ഇത് തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങളാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഇച്ചായനാണ് കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം, പുള്ളിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പുള്ളി ആ ഒരു ഏജിലുള്ള പിള്ളേരെ, അങ്ങനെ ജനിച്ച് അന്ന് ഒരു കൊച്ചിനെയും പുള്ളി കണ്ടിട്ടില്ല. പുള്ളി ആദ്യമായിട്ട് അങ്ങനെയുള്ള ഒരു കൊച്ചിനെ കാണുന്നത് ഉണ്ണിക്കുട്ടനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പുള്ളിക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും തോന്നിയില്ല. പുള്ളി കൂളായിട്ടിരുന്നു, ഞങ്ങളെല്ലാം ടെൻഷൻ അടിച്ചിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം കടന്നുപോയി, അതിൻ്റെ അടുത്ത ദിവസം കടന്നുപോയി. അപ്പോൾ നമ്മൾ കൊച്ചുണ്ടായതിൻ്റെ പേരിൽ ഒരു ചോക്ലേറ്റ് പോലും ആ ഹോസ്പിറ്റലിൽ കൊടുത്തില്ല കേട്ടോ. കാരണം നമുക്ക് അത്രയും ടെൻഷനാണ് ഈ കൊച്ചിൻ്റെ കയ്യും കാലും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട്. നമ്മൾ അത് കഴിഞ്ഞ് ഡോക്ടറോട് ചോദിച്ചു, ഇത്രയും മെലിഞ്ഞിരിക്കുന്ന എന്നാന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന് വെയിറ്റ് ഒക്കെ ഉണ്ട്, 3600 തന്നെ അവൻ്റെ വെയിറ്റ് ഉണ്ട്, ബോൺ വെയിറ്റ് ആയിരിക്കാം മേ ബി, അത് കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു ചെറിയ സമാധാനമൊക്കെ വന്നു. എന്നാൽ പോലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് 100% സമാധാനിക്കാനുള്ള വകയായിട്ടില്ല. കാരണം കൊച്ചിന് എന്താണ് പ്രശ്നം എന്ന് അറിയത്തില്ല. 3600 കൊച്ചി ഇരിക്കേണ്ട ഒരു കോലത്തിലല്ല ഇവൻ ഇരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ നോക്കും കേട്ടോ. നമ്മുടെ കുരുട്ടുബുദ്ധിയും ചിന്തയല്ലേ, ഞാനിങ്ങനെ നോക്കും. ഇവൻ അന്നേരം കയ്യും കാലും ഒക്കെ ഇട്ട് അനക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കൈക്കും കാലിനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മെലിഞ്ഞിരിക്കുകയാണെങ്കിലും അനക്കാനൊക്കെ പറ്റുന്നുണ്ട്, മൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പകുതി സമാധാനമായി കേട്ടോ. അങ്ങനെ ഇരുന്ന് അതിൻ്റെ അടുത്ത ദിവസം, 3ാമത്തെ ദിവസമാണ് നമുക്ക് കത്തീഡ്രൊക്കെ ഊരിയിട്ട് നമ്മൾ എഴുന്നേക്കുന്നത്. അതുവരെ നമ്മൾ എഴുന്നേക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കിടക്കുമല്ലേ, ഒറ്റ കിടക്കുമല്ലേ, അനങ്ങാനോ തിരിയാനോ ഒന്നും പറ്റുമല്ലോ. അങ്ങനെ കത്തീഡ്ര ഊരി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ നമ്മൾ ബാത്റൂമിലേക്കൊക്കെ നമ്മൾ തന്നെ നടന്നു പോകണം. അന്നേരം ഞാനിങ്ങനെ എൻ്റെ ഇച്ചായനോട് പറഞ്ഞു, ഇച്ചായ ഞാൻ എൻ്റെ കൊച്ചിനെ ഇതുവരെ ഒന്ന് കണ്ടില്ല, എനിക്ക് അവനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചായൻ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി നിർത്തി. ഇവനെ കാണിച്ച് അപ്പോഴാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണുന്നത് കേട്ടോ. കാരണം 9 മാസം ഇവനെ വയറ്റിൽ ചുമന്നപ്പം എനിക്ക് അത്രയും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ലോകം അവനും, അവൻ്റെ ലോകം ഞാൻ മാത്രമായിരുന്നു. എൻ്റെ വയറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇതായിരുന്നു അവൻ്റെ ലോകം. പിന്നെ അവനാകെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്നെ മാത്രമായിരുന്നു. കാരണം ഞങ്ങൾ തമ്മിലേ ഉള്ളൂ ആ ഒരു ടൈമിലൊരു ഇത്. പക്ഷെ അവൻ ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ മാത്രമാണ് അവനെ കാണാതിരുന്നൊരു വ്യക്തി. ബാക്കി എല്ലാവരും അവനെ കണ്ടു. എൻ്റെ ഉള്ളിൽ അത്രയും വളർന്ന ഒരാളെ എനിക്ക് കാണാൻ പറ്റിയില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ആ ഒരു 3 ദിവസത്തെ ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. അങ്ങനെ ആ ഒരു 3ാമത്തെ ദിവസമാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണുന്നത്. ആ 3ാമത്തെ ദിവസം അവനെ കണ്ടു, ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ എത്രയും കാത്തിരുന്ന ആ 9 മാസത്തെ കാത്തിരിപ്പിനേക്കാളും വലുതായിരുന്നു കേട്ടോ ആ ഒരു 3 ദിവസത്തെ കാത്തിരിപ്പ് അവനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവൻ്റെ മുഖം കണ്ടു, അവനെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നി. അങ്ങനെ 3ാമത്തെ ദിവസം ഞാൻ കൊച്ചിനെ കണ്ടേച്ചൊക്കെ ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് കൂളായിട്ടിരുന്നപ്പം നമ്മുടെ പീഡിയാട്രീഷ്യൻ വന്നു. തിരിച്ചും മറിച്ചും ചെരിച്ചും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, കൊച്ചിന് മഞ്ഞ കളറുണ്ട്, ഫോട്ടോതെറാപ്പി ചെയ്യണം. അടുത്ത ഇടുത്തിയായിരുന്നു. അത് പിന്നെ ഓക്കെ, കോമൺ ആയിട്ട് എല്ലാവർക്കും വരും. കാരണം ആ ജൂൺ 6-ാം തീയതി ഒരു ദിവസം മാത്രമാണ് മഴയില്ലാതിരുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെ ഇളം വെയിലൊക്കെ കൊള്ളിക്കാറൊക്കെ ഉള്ളതാണല്ലോ. ജൂൺ 6-ാം തീയതി മാത്രം ഒരു ഇളം വെയിൽ ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ നമുക്ക് ഇതിന് പറ്റത്തില്ലല്ലോ, ജനിച്ച അന്ന് കൊച്ചിനെ നമ്മൾ ഇളം വെയിൽ കൊള്ളിക്കാൻ കൊള്ളത്തില്ലല്ലോ. 7-ാം തീയതി മുതൽ തുടങ്ങിയ മഴ അന്യായ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോതെറാപ്പി പിന്നെ നമുക്ക് ഓക്കെ ആയിരുന്നു. എന്നാലും കൊച്ചിനെ അത്രയും സമയമൊക്കെ എടുത്തുകൊണ്ട് പോയി, എത്ര മണിക്കൂറാണെന്നുള്ളത് ഞാനങ്ങ് മറന്നു കേട്ടോ. കുറച്ച് കൂടിയ ടൈമായിരുന്നു. അപ്പോൾ അത് ഇവനെ അങ്ങോട്ട് കൊണ്ടുവരും, ഇവൻ ബഹളം വെക്കും, ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ആയപ്പോഴത്തേക്കിനും അല്ലെ കറണ്ട് പോകും, അല്ലെ ഇടിയും മഴയും വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവർക്ക് ഫോട്ടോതെറാപ്പി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ 2 ദിവസങ്ങളിലായിട്ടാണ് ഇവൻ്റെ ഫോട്ടോതെറാപ്പി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ടൈമിൽ ഇവർ എപ്പോഴും എനിക്ക് അങ്ങോട്ട് നടന്ന് ചെല്ലാൻ പറ്റത്തില്ലല്ലോ, സിസേറിയൻ കഴിഞ്ഞ് കിടക്കുമല്ലേ. അപ്പോൾ ഇവർ നമ്മുടെ കയ്യിൽ ബൗള് തന്നിട്ട് അതിൽ പാല് എടുത്ത് കൊടുക്കാനാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പാലെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവന്. അതും കഴിഞ്ഞ് ഫോട്ടോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് കൊച്ചിനെ എൻ്റെ കയ്യിൽ കിട്ടി. അന്നേരമാണ് നമ്മുടെ വരത്തൻ സിനിമ, ഫഹദ് ഫാസിലിൻ്റെ വരത്തൻ സിനിമയുടെ ഷൂട്ടിങ് ആ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കാണാൻ എല്ലാവരും പോയപ്പോഴും എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഞാൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മമ്മി എന്നെ ചീത്ത വിളിക്കുമല്ലോ. അങ്ങനെ അവിടെ ഇരുന്നു.
അഞ്ചാമത്തെ ദിവസം, നാലാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസമൊക്കെ ഫോട്ടോതെറാപ്പി ചെയ്തു. നാലാമത്തെ ദിവസമായപ്പോൾ ഡോക്ടർ വന്നിട്ട് അടുത്ത ബോംബ് ഇട്ടേച്ച് പോയി. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കൊച്ചിനെ നാളെ കാർഡിയോളജിസ്റ്റ്, അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ ഒന്നാണ് കാർഡിയോളജിസ്റ്റ് വരുന്നത്. അപ്പോൾ നാളെ കാർഡിയോളജിസ്റ്റ് വരുന്ന ദിവസമാണ്, കൊച്ചിനെ ഒന്ന് കാർഡിയോളജിയിൽ കാണിക്കണം, ഹാർട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. എൻ്റെ ദൈവമേ, അതിനേക്കാളും വലുതിനി എന്താണ് വരാൻ, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ അവസ്ഥയാണ്. അങ്ങനെ അതും കൂടെ ആയപ്പോഴത്തേക്കിന് മൊത്തത്തിൽ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അത് ഡോക്ടർ ഇത് വന്ന് പറഞ്ഞ സമയത്ത് ഞാനും മമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇച്ചായനാണെങ്കിൽ അത്രയും നേരം അവിടെ ഇരുന്നിട്ട് വണ്ടിക്കൊരു ശകലം പണിയുള്ളത് കൊണ്ട്, കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോകേണ്ട വണ്ടിയാണല്ലോ, അപ്പം അതുകൊണ്ട് വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറി ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ ഇത് കൊച്ചിന് ഹാർട്ടിന് പ്രശ്നം ഉണ്ടോയെന്ന് സംശയം ഉണ്ടോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങളത് ഇത്രയും ദിവസം നിങ്ങളോട് പറയാനാണ്, നിങ്ങളെ ടെൻഷൻ ആക്കാതിരിക്കാൻ. അപ്പോൾ ഇനി നാളെയാണ് ഇവിടെ കാർഡിയോളജിസ്റ്റ് വരുന്നത്, അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് നാളെ കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട്, അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ ഞാൻ കരച്ചിൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, ഇയാളൊരു നേഴ്സല്ലേ, എന്തിനാ ഇങ്ങനെ കരയുന്നത്, എന്താണ് കരയാതെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നേഴ്സാണെങ്കിലും എന്താണെങ്കിലും ഞാൻ അന്നേരം ഒരു അമ്മയാണ്. ആ ഒരു ഡെലിവറി കഴിഞ്ഞ്, ആ ഒരു സിസേറിയൻ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അങ്ങനെ കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അത് അടുത്തൊരു ഡിത്തിയായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ ഇച്ചാനെ ഫോൺ വിളിച്ചു. അപ്പോൾ ഇച്ചാനോട് പറഞ്ഞു, എടി കുറച്ച് സമയം താമസമുണ്ട് ഇവിടെ പണി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, വേഗം ഇവിടെ വാന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞപ്പോൾ ഇച്ചായൻ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞു ഒന്നും ഇല്ല, ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചായൻ പെട്ടെന്ന് ഓടിപ്പടച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇച്ചായ ഇന്ന പോലൊരു സംഭവം ഡോക്ടർ പറഞ്ഞു, കൊച്ചിന് എന്തോ കുഴപ്പമുണ്ട്, എൻ്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ല എന്ന് തന്നെ, അങ്ങനെ തന്നെയാണ് കേട്ടോ ഇച്ചാനോട് പറഞ്ഞത്. അപ്പം ഇച്ചാനോട് പറഞ്ഞു, ഇല്ലടി അവന് കുഴപ്പമൊന്നുമില്ല, നീ വിഷമിക്കേണ്ട, ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രിയിലും ഉറങ്ങിയിട്ടില്ല. ആ ഒരു കുറച്ച് ദിവസങ്ങളിലെ ജേണി എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ആരോടും ഇത് പറയാനും പറ്റത്തില്ല, ആരോടും പറഞ്ഞില്ല. ഞങ്ങൾ 3 പേര് മനസ്സിൽ വെച്ച്, പപ്പ വീട്ടിലൊറ്റയ്ക്കാണ്, പപ്പയോട് പറയാൻ പറ്റത്തില്ല, ചേച്ചി ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്, ചേച്ചിയോട് പറയാൻ പറ്റത്തില്ല. ഞങ്ങളിതിങ്ങനെ മനസ്സിൽ വെച്ചു. പിറ്റേ ദിവസം രാവിലെ കാർഡിയോളജിസ്റ്റ് വന്നു, കൊച്ചിനെയും കൊണ്ട് സ്കാനിങ്ങിന് പോവാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. സ്കാനിങ്ങിന് വേണ്ടി ഇച്ചാനോട് പറഞ്ഞു, ഇച്ചാ എന്നെ പിടിച്ചെഴുന്നേപ്പിക്കും, ഞാനും വരുവാന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേച്ചി വരണ്ടാന്ന് പറഞ്ഞു. അതും കൂടെ ആയപ്പോഴത്തേക്കിന് ഞാൻ ഉറപ്പിച്ചു കേട്ടോ, എൻ്റെ കൊച്ചിനെന്തോ ഭയങ്കരമായ പ്രശ്നമുണ്ട് എന്നിങ്ങനെ ഉറപ്പിച്ചു. ഇച്ചായനും മമ്മിയും കൂടെ കൊച്ചിനെയും കൊണ്ട് സ്കാനിങ്ങിന് പോയി. ഞാൻ ആ റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ ഒറ്റയ്ക്കിരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സമയമാണ്. കാരണം അത്രയും വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു എൻ്റെത്. എൻ്റെ കൊച്ചിനൊരു അസുഖം അല്ലെങ്കിൽ അങ്ങനെ ഒരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല. അങ്ങനെ ഇവർ സ്കാനിങ്ങിന് കൊണ്ടുപോയി. ആ സ്കാനിങ് റൂമിൻ്റെ വാതിൽക്ക വരെ ഇച്ചായൻ ഓക്കെ ആയിട്ട് പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഇച്ചായനും തകർന്നു പോയി. ഇച്ചായൻ പറഞ്ഞു, മമ്മി ഞാൻ കയറുന്നില്ല, മമ്മി കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി കൊച്ചുമായിട്ട് കയറി, ഇച്ചായൻ വെളിയിൽ നിന്നു. അപ്പം മമ്മി അകത്ത് കയറിയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഭ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞ പോലെ നിൽക്കുകയാണ്. ഓൾറെഡി പുള്ളിക്കാരത്തേക്ക് വയ്യ. അങ്ങനെ അകത്ത് കയറി നിന്നപ്പോഴത്തേക്കിന് ഡോക്ടർക്ക് മമ്മിയുടെ ഒരു നിപ്പൊക്കെ കണ്ടപ്പോഴത്തേക്ക് സഹതാപം തോന്നി കേട്ടോ. ഡോക്ടർ എന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അപ്പം തന്നെ പറഞ്ഞു, അമ്മച്ചി പേടിക്കൊന്നും വേണ്ട, കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ല, ഒരു സംശയം തോന്നിയതാണ്, അല്ലാതെ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഒരു 6 മാസമായിട്ടും കൊച്ചിന് വെയിറ്റ് കൂടുന്നില്ല, അല്ലെങ്കിൽ അവൻ പാല് കുടിക്കാനൊക്കെ മടി കാണിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓടി വന്ന് എന്നോടത് പറഞ്ഞു കേട്ടോ. അപ്പോഴും ഞാൻ അലറിക്കരയാണ് ചെയ്തത്. കരച്ചിൽ എന്ന് പറയുമ്പോൾ ചെറിയ കരച്ചിലൊന്നുമല്ല, അലറിക്കരയാണ് ചെയ്തത്. കാരണം അത്രയും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയല്ല കേട്ടോ. അങ്ങനെ കരച്ചിലും പിഴിച്ചിലും എല്ലാം കഴിഞ്ഞ് എൻ്റെ കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ അറിഞ്ഞു. പിന്നെ അവർ കണ്ണ് ചെവി എല്ലാം ടെസ്റ്റ് ചെയ്യുമല്ലോ, ഒന്നും കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കിന് അത് എന്നാ പറയുന്നത്, ഒത്തിരി ടെൻഷൻ അനുഭവിച്ച ഒരു ടൈമായിരുന്നു കേട്ടോ അത്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കിന് അടുത്ത പ്രശ്നം തലപൊക്കി. എനിക്ക് വയറിനകത്ത് ഭയങ്കരമായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത പെയിനാണ്, ഭയങ്കര വേദനയാണ് കേട്ടോ. അത് എന്ത് വേദനയാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധിക്കപ്പുറം നമുക്ക് മരുന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ, മെഡിസിൻ എടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഡോക്ടർ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ 2 ദിവസം ഞാൻ ആ വേദന സഹിച്ച് അവിടെ കിടന്നു. അപ്പോഴത്തേക്കിന് 6ാമത്തെ ദിവസമായി. അപ്പോൾ സിസേറിയൻ ചെയ്യുന്നവരെ നോർമലി 6ാമത്തെ ദിവസമാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ശാന്തകുമാരി ഡോക്ടറാണ് വരുന്നത്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു,
ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്യാം, അമ്മയെ ഡിസ്ചാർജ് ചെയ്യാറായിട്ടില്ല, 2 ദിവസം കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഡോക്ടറെ, എനിക്കിനി ഇവിടെ കിടക്കുകയേ വേണ്ട, കാരണം ഓരോ ദിവസവും ഒന്നിനു മേലെ ഒന്നായിട്ട് ഇങ്ങനെ ഇടുത്തി വീണുകൊണ്ടിരിക്കുകയാണ്, എനിക്കിനി ഇവിടെ കിടക്കുകയേ വേണ്ട, എനിക്ക് പോയാൽ മതി, ഞാൻ വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആയിക്കോളും, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നീ പോയി കഴിഞ്ഞാൽ ഇത്രയും ദൂരം വരണം. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 6ാമത്തെ ദിവസം വാശി പിടിച്ചാണ് കേട്ടോ ഡിസ്ചാർജ് എഴുതിക്കുന്നത്. അപ്പോൾ അന്ന് ഡിസ്ചാർജ് എല്ലാം എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. കാരണം നമ്മൾ അത്രയും ദിവസം കുഞ്ഞുണ്ടായി അന്ന് കൊടുക്കാൻ പറ്റിയില്ല, അന്ന് കൊടുത്തിരുന്നെങ്കിൽ അങ്ങ് കൊടുത്തു പോയേനെ. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ദിവസവും നമുക്ക് ഓരോ തീകളാണ് ഇങ്ങനെ വീണുകൊണ്ടിരുന്നത്, ഓരോ ബോംബുകൾ വീഴുമായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ ഒരു ചോക്ലേറ്റ് കൊടുക്കാനോ ഒന്നിനും പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്നാ പറയുന്നത്, 6ാമത്തെ ദിവസം ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ബില്ലും ഒക്കെ അടച്ച് ഞാൻ എൻ്റെ ഉണ്ണിക്കുട്ടനുമായിട്ട് വീട്ടിലേക്ക് പോയി കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു 6-7 ദിവസം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും നമ്മുടെ ലൈഫിൽ. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു. എനിക്കൊന്ന് എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനോ പോലും പറ്റാത്ത, അല്ലെങ്കിൽ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ ഒരു ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അതിനൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് പേർക്കൊക്കെ അതിനോടൊരു പുച്ഛം തോന്നുമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സ്വപ്നം കണ്ടാൽ ഫലിക്കും, അത് പറയാൻ വിട്ടുപോയി, അതും കൂടെ മെയിനായിട്ട് പറയണം. ഞാൻ സ്വപ്നം കണ്ടാൽ ഫലിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ഉണ്ണിക്കുട്ടനെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ്റെ ഇവിടെ ആ ഒരു മുച്ചുണ്ടുണ്ട് എന്ന് ഞാൻ കണ്ട ഭാഗത്ത് റെഡ് കളറുണ്ട്. അത്രയും ഭാഗം ഇപ്പോഴും ഉണ്ടത്, റെഡ് കളർ ഉണ്ട്. അവന് ദേഷ്യമൊക്കെ വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ചുമന്ന് വരും കേട്ടോ. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലെങ്കിൽ എൻ്റെ മമ്മി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഞങ്ങളുടെ കണ്ണീര്, ഞങ്ങൾ 3 പേര് മാത്രമേ ആ ഒരു വിഷയം അറിഞ്ഞിട്ടുള്ളൂ, ഞാനും എൻ്റെ മമ്മിയും ചേച്ചി. ഞങ്ങളുടെ കണ്ണീര് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാണ്ടാക്കി തന്നതാണ്. അവൻ്റെ ഞാൻ ആ മുച്ചുണ്ടുണ്ട് എന്ന് കണ്ട ഭാഗത്ത് റെഡ് കളർ ഉണ്ട് കേട്ടോ. അത് എനിക്കറിയത്തില്ല, അതിനൊക്കെ എങ്ങനെയാണ് ദൈവത്തോട് നന്ദി പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഉണ്ണിക്കുട്ടൻ ഇപ്പം നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. പറഞ്ഞു പേടിപ്പിച്ച യാതൊരു പ്രശ്നങ്ങളും അവനില്ല, അവന് നല്ല മിടുക്കൻ കൊച്ചായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ടിരിക്കുന്നു. ഇന്ന് 6 വയസ്സ് തികയാണ്. അപ്പം ഞാൻ ഓർത്തു ഇന്നത്തെ ദിവസം എന്തോ, എനിക്ക് എല്ലാ വർഷവും ഈ ദിവസങ്ങളിൽ ഇതിങ്ങനെ മനസ്സിൽ വന്നു പോകുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇതിങ്ങനെ പറയുമ്പം നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ഇമോഷണലായി പോകും. ഇന്നത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആക്ച്വലി ഇന്നത്തെ ദിവസം ഇടാൻ വേണ്ടിയിട്ട് വേറെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചായം പോകുന്നതിന് മുന്നേ ഞങ്ങളൊരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയാണ് ഇന്ന് ഇടാമെന്ന് വിചാരിച്ച് വെച്ചത്. പക്ഷേ എന്തോ എനിക്ക് ഇന്ന് എൻ്റെ ഈ ഒരു സ്റ്റോറി നിങ്ങളോട് പറയണം എന്നാണ് തോന്നിയത്, അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. എത്ര കരയുണ്ടാന്ന് വിചാരിച്ചാലും കരഞ്ഞു പോവുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ കൂടെ വീണ്ടും ഞാൻ ട്രാവൽ ചെയ്ത പോലെ എനിക്ക് തോന്നുവാണ്. അതെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലിങ്ങനെ വീണ്ടും വീണ്ടും കയറി വരികയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഒരുപാട് നമുക്ക് മെൻ്റലി നമ്മൾ വല്ലാത്ത സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകും. അവിടെയൊക്കെ ധൈര്യം കൈവിടാതിരിക്കുക, അല്ലെങ്കിൽ ചാടിക്കേറിയൊരു തീരുമാനം എടുക്കാതിരിക്കുക, എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കത്തുള്ളൂ എന്ന് എൻ്റെ അനുഭവങ്ങളിൽ കൂടെ ഒരുപാട് വട്ടം പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വട്ടം ദൈവം ഇടപെട്ട ഒത്തിരി സാഹചര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇനി എന്നാ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല, ഇത് എവിടെ പറഞ്ഞാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇന്ന് എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ 6ാമത്തെ പിറന്നാളാണ്. അപ്പം 6 ദിവസത്തെ ആശുപത്രിവാസത്തിൻ്റെ ആ ഒരു 7 ദിവസം അഡ്മിറ്റായ അന്ന് മുതൽ 7 ദിവസത്തെ ആശുപത്രിവാസത്തിൻ്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ 7 ദിവസം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ഏറ്റവും ഞാൻ ടെൻഷൻ അടിച്ചതും എന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നതുമായ ദിവസങ്ങളാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുകയും വേദനിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് എനിക്ക് ആ സന്തോഷമൊക്കെ വീണ്ടും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദൈവം അതിനെനിക്ക് അവസരങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ
ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരോട് അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളോട് ഒക്കെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും മനസ്സിൻ്റെ ധൈര്യം കൈവിടാതിരിക്കുക. ഈ ടൈമിൽ നമുക്ക് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി ധൈര്യം കരുതി വെക്കണം. നമ്മുടെ ലൈഫിൽ നമ്മൾ ചലഞ്ചസിനെയാണ് ഇനി നേരിടാൻ പോകുക. ഒരു അമ്മയാവാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് ലൈഫിൽ നമ്മൾ ചലഞ്ചസ് ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നാണ്. അപ്പം നമ്മുടെ ചലഞ്ചസ് ഇവിടം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അതിനുള്ള ധൈര്യം മനസ്സിൽ കരുതി വെക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു കുഞ്ഞ് വലിയ സിസേറിയൻ സ്റ്റോറി. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രൂഷ്യലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അത് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര ക്രൂഷ്യൽ സിറ്റുവേഷനായിരുന്നു. അതിനെയൊക്കെ ഓവർകം ചെയ്ത് പോരാൻ ദൈവം കൂടെ നിന്നു. ഇനി അങ്ങോട്ടുള്ള യാത്രയിലും എൻ്റെ മോനെ നന്നായിട്ട് വളർത്താൻ ഉള്ള യാത്രയിലും ഒക്കെ ദൈവം കൂടെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. പിന്നെ എല്ലാവരും എൻ്റെ ഉണ്ണിക്കുട്ടനെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവനെ അനുഗ്രഹിക്കണം. ഇന്ന് അവൻ്റെ 6ാമത്തെ പിറന്നാളാണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആ ഒരു ഡേറ്റ് നമ്മുടെ ലൈഫിൽ ഒറ്റ പ്രാവശ്യമല്ലേ പിറന്നാളായിട്ട് വരത്തുള്ളൂ. അവൻ്റെത് 6 ഡേറ്റ്, മാസവും 6, ഡേറ്റും 6. അത് ഇന്നാണ് ആ പിറന്നാൾ. ഇന്ന് 6ാമത്തെ പിറന്നാളാണ്. എൻ്റെത് 25ാമത്തെ പിറന്നാൾ, ഓഗസ്റ്റ് 25 എൻ്റെ ഡേറ്റ്. 25ാമത്തെ പിറന്നാളിന് ഇങ്ങനെ ചിന്തിക്കാനുള്ള ബോധം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് അതെനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ചിന്തിച്ച് കൂട്ടുമല്ലേ. അപ്പോൾ ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ണിക്കുട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അവനെ അനുഗ്രഹിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.